എല്ലാവർക്കും എന്റെ നമസ്കാരം. ഇന്ന് ഈ പറഞ്ഞ പോലെ ഓരോ ദിവസവും നമ്മൾക്ക് ഒരു റീടേക്ക് ഇല്ലാത്തൊരു നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ നമുക്ക് റീടേക്കുകളില്ല അല്ലെ. അപ്പൊ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതും നമ്മളുടെ തന്നെ കൈകളിലുള്ള ഒരു കാര്യമാണ്. ഇന്നിപ്പോ നമ്മളിവിടെ ഇപ്പൊ മലബാർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഒരു ഗസ്റ്റ് ആയിട്ട് എനിക്ക് വരാൻ സാധിച്ചത് ദൈവം എനിക്ക് എന്റെ കൈകളിൽ തന്ന ഒരു നിയോഗമായിട്ടുള്ള ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ആ പ്രോഡക്റ്റിലൂടെയാണ് എനിക്ക് ഇത്രയും അധികം ഒരു വലിയൊരു ഫാമിലിയുടെ മെമ്പർ ആവാൻ എനിക്ക് സാധിച്ചതെന്ന് വേണം പറയാൻ. കാരണം ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത് ഒരു കമ്പനി എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ പല കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടാവാം, പല ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ടാവാം. പക്ഷെ ഒരു കമ്പനിയിലപ്പുറം ഇത് ശരിക്കും ഒരു എന്താ പറയാ, ഒരു കുടുംബമാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്നത് തന്നെ ഒരു കുടുംബമാണ്. ഞാൻ നിങ്ങളുടെ ആരുടെയും ടീമിലെ പറഞ്ഞ ഷംനയുടെ ടീമിലെ ഒരു മെമ്പർ അല്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഷംന പറഞ്ഞതുപോലെ ഒരു എനിക്കൊരു അനിയത്തിയെ പോലെയാണ് ഷംന. എവിടെയെങ്കിലും അവിചാരിതമായിട്ട് ഞങ്ങള് എനിക്ക് തോന്നുന്നു 2 ആഴ്ച മുമ്പ് വയനാട് വെച്ച് പോലും കണ്ടതാണ്. ഞാൻ അവിടെ എന്റെ വർക്കിന് ചെന്നു, ഷംന അവിടെ ഉണ്ടായിരുന്നു. ഫോട്ടോസ് ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ് ഷംന അവിടെ ഉണ്ടെന്ന് അറിയണത്. അങ്ങനെ ഷംനയെ തേടിപ്പിടിച്ച് ഞാൻ അവിടെ പോയി കണ്ട് ഞങ്ങള് ചായയൊക്കെ കുടിച്ച് പിരിഞ്ഞ ആൾക്കാരാണ്. അപ്പൊ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞൊരു കമ്പനി നമ്മൾക്ക് തന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ഒരിക്കലും നിങ്ങള് ഇന്നിപ്പോ ഇവിടെ സൂമിലുള്ള ആൾക്കാരോട് എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ. ദൈവത്തിന് ചില ആൾക്കാരെ മാത്രമേ തെരഞ്ഞെടുക്കാനുള്ളൊരു ഇതുള്ളൂ അല്ലെ. ദൈവം തെരഞ്ഞെടുക്കപ്പെടുന്ന ചില ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അങ്ങനെ ദൈവമായിട്ട് തെരഞ്ഞെടുത്ത ഒരു കൂട്ടം ആൾക്കാരിൽ നമ്മൾ ആ ഒരു കൂട്ടത്തിലുള്ള ആൾക്കാരാണെന്ന് പറയും. കാരണം ജീവിതത്തില് എന്തെങ്കിലും നേടണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ആൾക്കാരായിരിക്കും നമ്മള് അല്ലെ. നേടാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം. ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ചാൻസ് എനിക്ക് കിട്ടിയാൽ ഞാനത് തെളിയിച്ചു കൊടുക്കുന്നതായിരിക്കും എന്ന് കരുതുന്ന ആൾക്കാരുണ്ടാവാം. വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാത്ത ആൾക്കാരുണ്ടാവാം. അപ്പോ ഒരു ചാൻസ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ ഒരു ബിസിനസ് ആയിട്ടല്ല ഞാൻ ശരിക്കും, ഇപ്പൊ ഷംന പറഞ്ഞ പോലെ ഞാനത് ബിസിനസ് ആയിട്ടല്ല ഏറ്റെടുത്തേക്കുന്നത്. ആദ്യത്തെ ഒരു 1.5 കൊല്ലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വന്ന റിസൾട്ടാണ്. കാരണം എനിക്ക് ഈ പ്രോഡക്റ്റിനെ കുറിച്ച് എൻ്റെ ഒരു ഇത് തുടങ്ങുന്ന സമയത്ത് 2021 ഡിസംബറിൽ എനിക്ക് തോന്നുന്ന സേവ്യർ സാറൊക്കെ ഐഡി വെക്കുന്ന അതേ സമയത്ത് എൻ്റെ മുൻപിൽ വന്ന ഒരു പ്രോജക്റ്റ് ആണ്. ഞാൻ ദുബായിലായിരുന്നു. ദുബായിൽ നിന്ന് പോന്നു. ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ ബൈ പ്രൊഫഷൻ ഷംന പറഞ്ഞ പോലെ ഒരു വക്കീലാണ്. ശരിക്കും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പൊ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ സമയം എടുക്കും. അപ്പൊ അതിനൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ടാറ്റ മോട്ടോഴ്സിൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ കേരളയുടെ ഹെഡായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോ പിന്നെ കോവിഡിന്റെ സമയമായപ്പോഴത്തേക്കും പിന്നെ ടാറ്റ മോട്ടോഴ്സ് വൈൻഡപ്പ് ചെയ്തു. അവരുടെ ഡീലർഷിപ്സ് വേറെ പ്രൈവറ്റ് ഡീലേഴ്സിന് കൊടുത്തു. അപ്പൊ ഞാൻ ടാറ്റയിൽ എനിക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിന്റെ പകുതിയാണ് അവരെനിക്ക് ഓഫർ ചെയ്തത്. അപ്പൊ ഞാൻ ആ ജോലി വേണ്ടാന്ന് വെച്ചിരിക്കുന്ന സമയത്താണ് എനിക്ക് ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ ബയോട്ടോറിയം എന്നുള്ള ഒരു പ്രോജക്റ്റ് എന്റെ മുമ്പിൽ വന്നപ്പോൾ മാഗ്നറ്റിക് മാട്രസ് ആണ്. റിസൾട്ട് ഇല്ല, ഒന്നുമില്ല, പക്ഷെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഈ ബയോട്ടോറിയം എന്നാണ് പേര്, മാഗ്നറ്റിക് മാട്രസ് ആണെന്നൊക്കെ പറയുമ്പോ ഞാൻ വിചാരിക്കണം ഈ മാട്രസ് എന്താന്നുള്ളതൊരു ചിന്ത നമുക്ക് അറിയില്ല, എന്താണെന്ന് അറിയില്ലല്ലോ. മാട്രസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കിടക്കയാണല്ലേ. അപ്പൊ എന്നോട് ഒരാള് വിളിച്ചിട്ട് കിടക്ക കച്ചവടം എന്നോട് പറയാ. ഞാനപ്പോ വിചാരിച്ചു ഇയാൾക്ക് എങ്ങനെ ധൈര്യം തോന്നുന്നു ഇനി എന്റെ അടുത്ത് കിടക്ക കച്ചവടം ചെയ്യാൻ പറയാനും മാത്രം ഇയാൾക്ക് എന്ത് ധൈര്യമാണെന്ന് വെച്ച് വിചാരിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് എന്നെ വിളിക്കുക, എന്നിട്ട് എന്നോട് പറയാ ഒരു 10 മിനിറ്റ് തരുമോ, അരമണിക്കൂർ സൂമിൽ ഒന്ന് വരുമോ, ഡോക്ടർ സുധീർ ഉണ്ട്, ഡോക്ടർ സുധീറിന് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോ ഞാൻ സത്യം പറഞ്ഞാല് എന്റെ ഫ്രണ്ടിന്റെ അച്ഛനായത് കൊണ്ട് നമുക്ക് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം സമ്മതിക്കില്ല. ഒന്ന് ഡോക്ടർ സുധീറിന് സൂം ഒന്ന് അറ്റൻഡ് ചെയ്യൂ, ഒരു 10 മിനിറ്റേ ഉള്ളൂ, ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാ പറയണത്.
ഞാന് പിന്നെ ശല്യം സഹിക്കുക വയ്യാണ്ട് സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോൺ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നു. വാട്സാപ്പ് ബ്ലോക്ക് ചെയ്തു. അദ്ദേഹത്തിന്റെ ഫോൺ എപ്പോഴും വിളിച്ചിട്ട് നമ്മളിങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ടിരുന്നാൽ ശരിയാവില്ലല്ലോ. ഞാൻ എപ്പോ വിളിച്ചാലും പറയും ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക, കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക, ഇങ്ങനെ എക്സ്ക്യൂസ് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് ശല്യം സഹിക്കുക വയ്യാണ്ട് ഞാൻ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം പിന്നെ എന്റെ ഒരു ഫാമിലി ഫ്രണ്ടിന്റെ അടുത്ത് ചെന്നപ്പോ അവിടെ ചെന്നപ്പോൾ ഈ ബാറ്റോറിയം അവര് സംസാരിക്കണം. അപ്പൊ ഞാൻ ഈ ലളിതാമ്മയോട് പറഞ്ഞു, ഞാൻ ലളിതാമ്മ എന്നാണ് വിളിക്കേണ്ടത്, അവർക്ക് കുട്ടികളില്ല, അപ്പൊ എന്നെ ഒരു മകളെ പോലെയാണ് കാണുന്നത്. ഞാൻ ലളിതാമ്മ പറഞ്ഞു, മഞ്ജുക്കുട്ടി ഒരു മാഗ്നറ്റിക് മാട്രസ് ഇറങ്ങിയിട്ടുണ്ട്, എല്ലാ അസുഖങ്ങളും മാറും എന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ മേഖല ലളിതാമ്മ, പുള്ളിക്കാരി ബാങ്ക് മാനേജറായിട്ട് റിട്ടയർ ചെയ്തിരിക്കുന്ന സമയം, ഭർത്താവ് ഹെഡ് മാസ്റ്റർ ആണ്. അപ്പൊ ഞാൻ ലളിതാമ്മോട് ചോദിച്ചു, ഈ വയസ്സാം കാലത്ത് നിങ്ങക്ക് ജയിലിൽ പോകണമെന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ, നിങ്ങൾ എന്താ ഈ പറയണത്, മാഗ്നറ്റിക് മാട്രസോ? ഈ മാട്രസ് യൂസ് ചെയ്തിട്ട് അപ്പൊ പിന്നെ ഈ ഡോക്ടർമാരൊക്കെ എന്തിനാണ്? ലളിതാമ്മ വെറുതെ ആവശ്യമില്ലാത്ത പണിക്കൊന്നും പോരുത് കേട്ടോ. ലാസ്റ്റ് ജയിലിൽ പോലീസ് പിടിച്ചിടാൻ നേരം നിങ്ങളെ ഇറക്കാൻ നിങ്ങൾ എന്നെ തന്നെ വിളിക്കോളൂ എന്ന് ഞാൻ ഓൺ ചെയ്ത ഒരാളാണ്. ആരൊക്കെ എന്നോട് ഈ വൈറ്റോറിയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ അവരോടൊക്കെ എനിക്ക് തോന്നുന്ന 100% അല്ല 200% നെഗറ്റീവ് ആയിട്ടുള്ള ആൻസറും നെഗറ്റീവായിട്ട്. എൻ്റെ അടുത്ത് ആരെങ്കിലും ഈ ബാറ്റോറിയം എന്ന് സംസാരിച്ചാൽ ഞാൻ ഈ നാഗവല്ലിയായി മാറുന്ന ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. അതായിരുന്നു ഞാൻ, മഞ്ജുള എന്ന ഞാൻ ഒരു 2021-22 ഒരു പക്ഷെ മെയ് വരെ ഞാൻ അങ്ങനെയായിരുന്നു. പക്ഷെ ദൈവത്തിന് ഈ പറഞ്ഞ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി മാറിയത് കൊണ്ട് ദൈവം എന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി നല്ലൊരു വീഴ്ച, ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ തലയടിച്ച് വീണ് എൻ്റെ ബ്രെയിനിന്റെ നെർവ് ഡാമേജ് ആയി പോയി. CT സ്കാൻ ആദ്യത്തെ ദിവസം ഒന്നും അറിഞ്ഞില്ല, കാരണം ആ ഇടിയുടെ ആഘാതത്തില് എന്റെ തല മരവിച്ചു പോയി. അപ്പൊ അറിയുന്നില്ല ഒന്നും. പിറ്റേ ദിവസമാണ് എനിക്ക് വേദന തുടങ്ങുന്നത്. വേദന എന്ന് പറഞ്ഞാൽ കഴുത്തിന് മുകളിൽ നമ്മൾക്ക് എന്തൊക്കെ അവയവങ്ങളുണ്ടോ ഒരുമിച്ച് വേദന എടുത്ത് എങ്ങനെ ഇരിക്കും, അതായിരുന്നു എന്റെ അവസ്ഥ. ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നേരെ എറണാകുളത്തെ ഹോസ്പിറ്റലിൽ പോയി എന്നെ CT സ്കാൻ ചെയ്തപ്പോ ബ്ലഡ് ക്ലോട്ട് ഒന്നും ഇല്ല, പക്ഷെ എന്റെ ബ്രെയിനിന്റെ നെർവ് ഡാമേജ് ആയി പോയി, ചതഞ്ഞു പോയി. 21 ദിവസം എടുക്കും റിക്കവർ ചെയ്യാൻ. ഈ വേദന തന്നെ എനിക്ക് സഹിക്കേണ്ടി വരും 21 ദിവസവും. ഡോക്ടർ തന്നേക്കുന്ന ഒറ്റ ഒരു കാര്യം, ഒരു ഹൈ ഡോസേജ് ആയിട്ടുള്ള ഉറക്ക ഗുളികയാണ്. എന്നോട് പറഞ്ഞേക്കുന്നത് പകൽ സമയത്ത് ഒട്ടും കഴിക്കരുതെന്നാണത്. കാരണം നിങ്ങൾ ബോധം കെട്ട് ഉറങ്ങിപ്പോകും. നിങ്ങൾ എവിടെ ഇരിക്കുന്നോ അവിടെ നിന്ന് നിങ്ങൾ ബോധം കെട്ട് ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഇത് ഒരു കാരണവശാലും കഴിക്കരുത്. നിങ്ങൾക്ക് രാത്രി തീരെ ഉറങ്ങാൻ സാധിക്കുന്നില്ല എങ്കിൽ മാത്രം ഈ ടാബ്ലറ്റ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് തന്നതാണ്. ആദ്യത്തെ ദിവസം എന്ത് പറഞ്ഞാലും നമ്മൾക്ക് ഈ വേദന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ ദിവസം ഞാൻ ആ ടാബ്ലറ്റ് കഴിച്ചു. 10 മണിക്കാണ് ഞാൻ എഴുന്നേറ്റത്. അതുപോലെയാണ്. പക്ഷെ 10 മണിക്ക് എഴുന്നേറ്റ് കഴിയുമ്പോ പിന്നെ ഈ വേദന തുടങ്ങും. രണ്ടാമത്തെ ദിവസം ഷോളൊക്കെ തലയിൽ കെട്ടി അങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്. 3-ാമത്തെ ദിവസമാണ് എനിക്ക് എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഇതുപോലെ തന്നെ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നതാണ്. പുള്ളിക്കാരി എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, ഫോൺ വെക്കാൻ പറഞ്ഞു. പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു, മഞ്ജു ഒരു ബാൻഡ് ഉണ്ട്, അത് നെറ്റിയിൽ കെട്ടിയാല് മൈഗ്രെയിൻ മാറുമെന്ന് കേട്ടിട്ടുണ്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇതെന്ന് പറഞ്ഞപ്പോ ഈ ബാറ്റോറിയം എന്നാണ് പുള്ളിക്കാരിയും പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ബീന ചേച്ചി തുടങ്ങിയോ ഈ ബാറ്റോറിയം, ചേച്ചിക്ക് വേറൊരു പണിയില്ലേ എന്ന് ചോദിച്ചെടുത്ത് ബീന ചേച്ചി പറഞ്ഞു, മഞ്ജു വാശി കളഞ്ഞിട്ടൊന്ന് കെട്ടി നോക്കുന്നു പറഞ്ഞു. അന്നത്തെ ദിവസം ഞാൻ കെട്ടി. എന്നുവെച്ചാൽ അന്നത്തെ ദിവസം ഞാൻ പോയില്ല അത് വാങ്ങിക്കാനായിട്ട്. പിറ്റേ ദിവസമാണ് അവരുടെ അടുത്ത് പോയി ഞാൻ ഈ പ്രൊഡക്റ്റ്, വൈകുന്നേരമാണ് പോയത്, വാങ്ങിക്കുമ്പോഴും എന്റെ ഉള്ളിൽ ഒറ്റ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇത് വർക്ക് ചെയ്യരുതെന്നാണ്. ഈ പ്രൊഡക്റ്റ് എന്റെ ശരീരത്ത് വർക്ക് ചെയ്യാതെ പിറ്റേ ദിവസം എനിക്ക് ബീന ചേച്ചിയെ വഴക്ക് പറയണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ആ പ്രൊഡക്റ്റ് എടുത്തോണ്ട് വന്നത്, ഈ ബാൻഡ് എടുത്തോണ്ട് വന്ന്. അന്ന് രാത്രി ഞാൻ ഇത് നെറ്റിയിൽ കെട്ടിക്കിടന്നു. 8 മണിക്കൂറാണ് എന്റെ ശരീരത്ത് അത് പ്രവർത്തിച്ചുള്ളൂ. പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോ എനിക്ക് തലവേദന ഇല്ല, ആ വേദന പോയി. അപ്പൊ എനിക്ക് ഡൗട്ട് വന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ ബീന ചേച്ചി എന്നെ വിളിച്ചു ചോദിക്കുമ്പോ ഞാൻ ബീന ചേച്ചിയോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് വേദന ഇപ്പൊ ഇല്ല, നാളെ ഇനി ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ, ഇന്നിപ്പൊ കുറച്ചു നേരം വേദന ഇല്ലാന്നാ പറഞ്ഞത്. ബീന ചേച്ചി അത് കയ്യിൽ തന്നെ വെച്ചോളാൻ പറഞ്ഞു. ഒരു ദിവസം വെയിറ്റ് ചെയ്തു, 2 ദിവസം വെയിറ്റ് ചെയ്തു, 3 ദിവസം വെയിറ്റ് ചെയ്തു. പിന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ആ പ്രോഡക്റ്റ് എന്റെ ശരീരത്ത് പ്രവർത്തിച്ച് എനിക്ക് ജീവൻ തിരിച്ചു തന്നൊരു പ്രോഡക്റ്റ് ആണ് ഈ ബാറ്റോറിയത്തിന്റെ ആ ഒരു ബാൻഡ് മാത്രം. പിന്നീട് ഞാൻ ചെയ്ത അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാഗ്നറ്റിക് തെറാപ്പി എന്താന്ന് പിന്നെ പഠിക്കുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ് ചെയ്തത്, കമ്പനിയെ കുറിച്ച് അന്വേഷിക്കുകയാണ് ചെയ്തത്. ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്,
ഞാൻ ചെയ്ത ഒരു 6 മാസം പുറകോട്ടേക്ക് പോയി ഞാൻ ആ ഡിസംബറിൽ ഈ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ഞാനും ഇന്ന് സേവ്യ സാറിന്റെ ഒക്കെ ഒരു നിലയിൽ എത്തിപ്പെട്ടേനെ ഇപ്പോ. പക്ഷെ എനിക്കതിന് എന്താ പറയാ, ഒരു കുറ്റബോധമൊന്നും ഇല്ല കേട്ടോ. കാരണം ഇപ്പോഴും എന്റെ മുൻപില് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത് ഒരു കടലാണ്. അത് എന്റെ ഇഷ്ടമാണ്. ആ കടലിൽ നിന്നും വെള്ളം എങ്ങനെ എടുക്കണം എന്നുള്ളത്. എന്റെ ഉള്ളില് തീ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അപ്പൊ ഈ ബയോട്ടോറിയം എന്നുള്ളൊരു കമ്പനി, നിങ്ങൾക്ക് ഉള്ള ചെറിയ ചെറിയ ഇൻഫർമേഷൻസ് ഞാൻ ഇന്ന് തരാം. ഈ ബയോട്ടോറിയം എന്നുള്ളൊരു കമ്പനി ഒരു ട്രഡീഷണൽ ബിസിനസ് നടത്തിയിരുന്ന ഒരു കമ്പനി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ വന്നതിന് ശേഷം ലോജിസ്റ്റിക്സ് നിലച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളുടെ കയ്യിലേക്ക് ഈ പ്രൊജക്ട്. അപ്പൊ നമ്മള് നന്ദി പറയേണ്ടത് ദൈവത്തിന്. നിങ്ങൾ എല്ലാ ദിവസവും ദൈവത്തെ വിളിക്കുമ്പോൾ നിങ്ങൾ ഒരാളെ കൂടെ വിളിക്കണം. ആരെയാണെന്നറിയോ? സാഗർ ജോഷി സാറിനെ അല്ല, കൊറോണ എന്ന വൈറസിനോടും കൂടെ നിങ്ങൾ നന്ദി പറയണം. കാരണം കോവിഡ് എന്നൊരു മഹാമാരി ഉണ്ടായിരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ആർക്കും അല്ലെങ്കിൽ നമ്മൾക്ക് ആർക്കും ഈ ബയോട്ടോറിയത്തിന്റെ ഒരു ഭാഗമാകാൻ ഒരു കാലത്തും സാധിക്കില്ലായിരുന്നു. കാരണം ഈ ബയോട്ടോറിയം വന്നത് കൊറോണ വന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ കൈകളിൽ. അല്ലെങ്കിൽ അത് ഒരു എക്സ്പോർട്ടിംഗ് പ്രോഡക്റ്റ് ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ കിടന്ന് കറങ്ങിയേനെ. അപ്പോ സാഗർ ജോഷി സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെ കുറിച്ചും കൂടെ പറയാം. ഒരു എന്താ പറയാ, എന്നെ സംബന്ധിച്ച് സാഗർ ജോഷി സാറിന്റെ കൂടെ ഒരു സ്റ്റേജ് പങ്കിടാനുള്ള ഒരു ഭാഗ്യം, സ്വപ്നം കാണാൻ അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ നവംബർ 5-ാം തീയതി നമ്മൾ സ്വപ്നം കാണാൻ നമ്മൾ തുനിഞ്ഞിറങ്ങിയാൽ, നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ എഴുതിയിടുവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾ നമ്മൾ മനസ്സിൽ എപ്പോഴും ആ സ്വപ്നത്തെ തന്നെ കണ്ടോണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതൊരു ദിവസം യാഥാർത്ഥ്യമാകുമെന്നുള്ളൊരു വലിയൊരു സത്യം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും എനിക്ക് തോന്നുന്നത് നവംബർ 6-ാം തീയതി 5-ാം തീയതിയാണ് സാഗർ ജോഷി സാർ വന്നത്. കാരണം ഞാൻ ഈ ബയോട്ടോറിയത്തിൽ ജോയിൻ ചെയ്തതിന് ശേഷം എപ്പോഴും സാഗർ ജോഷി സാറിന്റെ വീഡിയോസ്, സാർ ഓരോ പങ്കെടുക്കുന്ന ഓരോ വേദികളിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് പരിപാടികളിൽ പങ്കെടുക്കുന്ന വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ നേരം എന്റെ മനസ്സിൽ എപ്പോഴും ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുമായിരുന്നു. ഒരു ദിവസം ഞാനും ഒരു സ്റ്റേജിൽ സാഗർ ജോഷി സാറിന്റെ കൂടെ നിൽക്കും, 10 പേരുടെ ഇടയിൽ ഞാൻ ഒരാളായിട്ട് നിൽക്കുമെന്ന് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. RK സാറിന്റെ ഒരു സെഷനിൽ ഞാൻ അറ്റൻഡ് ചെയ്താണ്, ഒരു ക്യാമ്പ് അറ്റൻഡ് ചെയ്തപ്പോൾ അവിടെ ഒരു മെഡിറ്റേഷൻ സെഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഞാൻ സാഗർ ഈ മെഡിറ്റേഷനിൽ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സ്വപ്നം അത് കാണാനായിട്ട് കണ്ണടച്ചിട്ട് അത് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി RK സാർ പറഞ്ഞപ്പോഴും അപ്പോഴും എൻ്റെ ഉള്ളിൽ ഒരു ആ വിഷൻ അല്ലെങ്കിൽ ആ വിഷ്വലൈസേഷൻ സാഗർ ജോഷി സാറിന്റെ കൂടെ ഞാൻ പറയില്ലേ, ഒരു 10 പേരിൽ ഒരാൾ ഞാൻ എന്നുള്ള ഒരു രീതിയിൽ ഞാൻ എപ്പോഴും ഇരുന്ന് കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ആ ഒരു ചിത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവായിരുന്നു. എന്തോ എനിക്കറിയില്ല, ഈ 1000 പേര് പങ്കെടുത്ത ഒരു വേദിയില് ദൈവം എൻ്റെ ആ സ്വപ്നം സാക്ഷാത്കരിച്ച് തന്നത് ആ നവംബർ 5-ാം തീയതി. ഒരു ഫോഴ്സും ഇല്ലാണ്ട്, അല്ലെങ്കിൽ സാഗർ ജോഷി സാർ എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനും അദ്ദേഹത്തിനെ കാണാനും വേണ്ടി തിക്കും തിരക്കും ഒക്കെ നടത്തിയിരുന്ന സ്ഥലത്ത് എനിക്ക് നിഷ്പ്രയാസം ഒരു എന്താ പറയാ, ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളായി, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട എന്നെ, ഈ ബയോട്ടോറിയത്തിലെ ഭാഗമായ എന്നെ തന്നെ അന്ന് സാഗർ ജോഷി സാർ സംസാരിക്കുന്ന ഹിന്ദി ഭാഷയെ മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കൊക്കെ ആ മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് ദൈവം ചൂസ് ചെയ്തത് എന്നെയാണ്. ആ വേദിയില് ഞാനും സാഗർ ജോഷി സാറും രാഷിദ് സാറും മാത്രം 3 പേര് മാത്രമായിട്ട് ഒരു വേദി പങ്കിടാൻ എനിക്ക് കിട്ടിയ ഭാഗ്യം. അത് ഞാനിത് ഇവിടെ പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ സ്വപ്നങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ എഴുതിയിടണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളൊരു ബുക്ക് ഇന്ന് തൊട്ടെങ്കിലും ആ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ബുക്ക് എടുക്കുക, ഒരു ബുക്ക് വാങ്ങിക്കുക, ഒരു ചെറിയ ബുക്ക്. എന്നിട്ട് അതിനകത്ത് നിങ്ങൾ നേടാൻ പോകുന്നതല്ല എഴുതേണ്ടത്, നിങ്ങൾ നേടിക്കഴിഞ്ഞു, നിങ്ങൾ എന്തൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടോ അതെല്ലാം നിങ്ങൾ നേടിക്കഴിഞ്ഞു എന്ന് നിങ്ങൾ ഒരു 21 ദിവസം കാലത്തും വൈകുന്നേരം കാലത്ത് എഴുന്നേക്കുക. നിങ്ങളുടെ ആ സ്വപ്നം, ഇപ്പോ നിങ്ങൾക്ക് വീടാണെങ്കിൽ ഞാൻ ഒരു വീട് വാങ്ങിച്ചു, ഞാനൊരു കാറ് വാങ്ങിച്ചു, ഞാൻ ഇന്ന് അല്ലെങ്കിൽ ഞാൻ തായ്ലാന്റിൽ പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഒരു 5 നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ 5 സ്വപ്നം നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതുക. കാലത്തും എഴുതുക, കാലത്ത് നേരം വെളുത്ത് എഴുന്നേറ്റ് ഉടനെ എഴുതുക, എന്നിട്ട് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ അത് എഴുതുക.
ഇത് തന്നെ ഒരു 21 ദിവസം നിങ്ങളൊന്ന് എഴുതുക. ഒരു 21 ദിവസം, എല്ലാ ദിവസവും എഴുതാൻ പറ്റിയ അത്രയും നല്ലത്. പക്ഷെ 21 ദിവസമെങ്കിലും നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. നിങ്ങളുടെ ആ സ്വപ്നം നിങ്ങളുടെ അടുത്ത് എന്ന് വെച്ചിട്ട് അത് എഴുതി പൂട്ടി വെച്ചിട്ട് വീട്ടിലിരിക്കുകയല്ല ചെയ്യേണ്ട. ഇവാറ്റോറിയം ബിസിനസ് ചെയ്യണം. ബിസിനസ് ചെയ്തേ മതിയാകൂ. അത് ചെയ്താലും മാത്രം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റെപ്പ് മുമ്പോട്ടേക്ക് എടുക്കണമല്ലോ. നിങ്ങൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്ന നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഞാനത് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കൊരു ബുക്ക് ഉണ്ട്, ഈ ബുക്കിനകത്ത് ഞാൻ ഇതുണ്ടോ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും എഴുതുന്ന ഒരു കാര്യമാണ്. നിങ്ങളത് ചെയ്യണം. ഇവാറ്റോറിയം എന്നുള്ളൊരു കമ്പനിയെ കുറിച്ച് ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരാം. ഇവാറ്റോറിയം എന്നുള്ളൊരു കമ്പനി താനെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ താനെ എന്ന് പറയുന്ന ഒരു ജില്ലയില് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ GST പേ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങളൊരു കസ്റ്റമറിന്റെ അടുത്ത് ചെല്ലാൻ നേരം എപ്പോഴും പഠിച്ചിട്ട്, ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇതിന്റെ പിന്നിലുള്ള സയൻസ് പഠിക്കുക. നിങ്ങൾ ഈ പ്രോഡക്റ്റ് എന്താണെന്ന് അറിയുക. ഒരു ഡൗട്ടും കൂടാതെ നിങ്ങൾ സംസാരിക്കാൻ നേരം അതിനുള്ള ട്രെയിനിങ്, എനിക്ക് തോന്നുന്നത് ഇതുപോലെ ട്രെയിനിങ് സെഷൻസ് എടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ കേരളത്തില്. ഷംനയുടെ ടീം ഞാൻ എപ്പോഴും കാണുമ്പോൾ ഞാൻ എപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ ടീമിൽ ഷംനയുടെ കൂടെ ജോയിൻ ചെയ്യണമെന്ന്. ഞാൻ ഷംനയോട് പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം, ഞാൻ നിങ്ങളുടെ ടീമിൽ വന്ന് ജോയിൻ ചെയ്തോട്ടെ എന്ന് വരെ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോ ഇത്രയും നല്ലൊരു ടീമിനെ സൃഷ്ടിച്ച ഒരു അയൺ ലേഡി നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ ലീഡർ ഷംന. അപ്പോ ഞങ്ങളൊക്കെ ഉണ്ണിയാർച്ച എന്നാണ് പറയണത് അല്ലെ, വടക്കൻ ആയതുകൊണ്ട് മലബാറിന്റെ ഉണ്ണിയാർച്ചയാണ് ഷംന. അപ്പോ ആ ഒരു ലീഡറിന്റെ കൂടെ ഒന്ന് നിന്ന് കൊടുത്താൽ മതിയില്ലേ, നിങ്ങൾക്ക് ഇതിനപ്പുറത്തേക്ക് എന്താ വേണ്ടത്? അപ്പൊ ഇത്രയും ഏറ്റവും കൂടുതൽ GST പേ ചെയ്യുന്ന ഒരു കമ്പനി 1200. ഞാൻ കമ്പനി പേഴ്സണലി പോയി ബോംബെയിൽ വിസിറ്റ് ചെയ്ത ഒരാളാണ്. ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബിൽഡിങ്സില്, കോർപ്പറേറ്റ് ഓഫീസുകളില്, ഇത് ബോംബെയിലെ ഏറ്റവും, നിങ്ങൾ സംസാരിക്കുമ്പോൾ ബോംബെയിലെ ഏറ്റവും ഉയർന്ന കെട്ടിടം എന്നൊരിക്കലും പറയരുത് നമ്മുടെ ഓഫീസ്. നമ്മുടെ ഓഫീസ് റെസിഡൻഷ്യലും ഉണ്ട് കമേഴ്ഷ്യലും ഉണ്ട് അല്ലെ. അപ്പൊ കോർപ്പറേറ്റ് ഓഫീസുകളിൽ, ഇന്ത്യയിലെ കോർപ്പറേറ്റ് ഓഫീസുകളിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമാണ് കൊഹിനൂർ ടവേഴ്സ്. ആ കൊഹിനൂർ ടവേഴ്സിന്റെ 46ാമത്തെ നിലയിലാണ് നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒന്ന് അഭിമാനിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നിങ്ങളിൽ പല ആൾക്കാരും MLM ചെയ്ത ആൾക്കാരായിരിക്കാം അല്ലെ, ഡയറക്ട് സെല്ലിംഗിൽ നേരത്തെ പല കമ്പനിയിൽ ജോലി ചെയ്ത് ബിസിനസ് ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തന്നെ പറയൂ, ഒരു കമ്പനിയുടെ ഒരു അനൗൺസ്മെന്റ് നടത്താനായിട്ട് എന്തിനും, ഒരു സെർവറിന്റെ ഒരു കംപ്ലൈന്റ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ പ്രശ്നം വന്നു, ഒരു ബാങ്കിന്റെ ഒരു പ്രശ്നം വന്നു, നിങ്ങൾക്ക് ഇന്ന് പേയ്മെന്റ് ഇത്തിരി ഡിലേ ആവുമെന്ന് പറയണമെങ്കിൽ ഈ സാഗർ ജോഷി സാർ തന്നെ വന്ന് ഇത് പറയണമെന്നുണ്ടോ? അദ്ദേഹത്തിന്റെ താഴെ എത്ര 100-200 സ്റ്റാഫ് ഉള്ള ഒരു കമ്പനി, ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ വന്നിട്ട് ഈ മെസ്സേജ് പാസ് ചെയ്യുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ മുമ്പ് ജോലിയെടുത്ത് അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് വർക്ക് ചെയ്ത സ്ഥലങ്ങളിലോ നിങ്ങൾ മുമ്പ് ബിസിനസ് MLM ചെയ്ത ആൾക്കാരില് എത്ര പേര് ആ കമ്പനിയുടെ ഓണർ വന്നിട്ട് ഈ അനൗൺസ്മെന്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്? പക്ഷെ സാഗർ ജോഷി സാറ് നമ്മൾ ഈ ബിസിനസിന് വേണ്ടിയിട്ട് 5-6 മണിക്കൂറാണ് ഒരു ദിവസം കളയുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ 5-6 മണിക്കൂറാണ് ഇതിന് സ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ, സാഗർ ജോഷി സാർ ഇതിനു വേണ്ടി 24 മണിക്കൂറാണ് ഇതിന്റെ പിന്നിൽ. കാരണം അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു കമ്പനിയാണ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. ഏത് കമ്പനിയാണെങ്കിലും, ഇപ്പൊ നമ്മളുടെ ഓൺലൈൻ ആണ് അല്ലെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓൺലൈനിൽ കൂടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതൊരു ഓൺലൈൻ ബിസിനസ് തന്നെയാണ് നമ്മളുടെ. എല്ലാ കമ്പനികളും, മിക്ക കമ്പനികളും ഈ ഓൺലൈൻ ചെയ്യാൻ നേരം അല്ലെങ്കിൽ പല കമ്പനികളും സെർവറുകളും വേറെ കമ്പനികളുടെ സെർവർ യൂസ് ചെയ്ത് വാടകയ്ക്ക് എടുത്തിട്ടാണ് ഈ ബിസിനസ്സസ് ചെയ്യുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മളുടെ കമ്പനിക്ക് സ്വന്തം സെർവർ ഉണ്ട്. സ്വന്തം സെർവർ ഉള്ളത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾക്ക് തന്നെ 25 ലക്ഷം കസ്റ്റമർ ഉള്ള ഇവാറ്റോറിയത്തിന് ഈ 25 ലക്ഷം ആൾക്കാരും ലോഗിൻ ചെയ്യാൻ നേരം നമ്മൾക്ക് ഈസി ആയിട്ട് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളും ലോഗിൻ, നമ്മുടെ ID ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും പേയ്മെന്റ് അടച്ചിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതും എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വന്തം സെർവർ ഉള്ളത് കൊണ്ടാ. അത്രയും അഭിമാനിക്കാം നിങ്ങൾക്ക്. സ്വന്തം സോഫ്റ്റ്വെയറും സ്വന്തമായിട്ട് ആ സോഫ്റ്റ്വെയർ പോലും ഡെവലപ്പ് ചെയ്തേക്കുന്നത് നമ്മളുടെ MD ആണ്. അപ്പോ ഒരു വീട് വെക്കാൻ നേരം ഒരു ആർക്കിടെക്റ്റിന്റെ കയ്യിൽ ഒരു വീട്, ഇപ്പൊ ഞാനൊരു ആർക്കിടെക്റ്റ് ആണെങ്കിൽ ഞാൻ ഏറ്റവും നല്ലൊരു വീടാണ് അല്ലെ, എന്റെ വീട് ഞാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു വീടായിട്ട് ഡിസൈൻ ചെയ്യും. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പറായ സാഗർ ജോഷി സാറ് ഏറ്റവും നല്ല സോഫ്റ്റ്വെയർ ഒരു ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും നല്ല ആ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ മാത്രമല്ല ഈ ഒരു പേയ്മെന്റ് അദ്ദേഹത്തിന്റെ
ഇൻകം പ്ലാൻ വെല്ലുവിളിക്കാനായിട്ട് ഇന്ന് നിലവിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഇൻകം പ്ലാനിനെ മറികടക്കാനായിട്ട് വേറെ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചാൽ അവർക്ക് ഞാൻ ഓൺ ദി സ്പോട്ട് 50 ലക്ഷം രൂപ കൊടുക്കുന്ന ചലഞ്ച് ചെയ്തിട്ടുണ്ട് സാഗർ ജോഷി സർ. അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ എന്തിന്റെ ഭാഗമാണ്? ഇനി ഇത് ഇന്ത്യയിലല്ല, ഇനി ഇത് ലോകത്തിലേക്കും, ലോകം മുഴുക്കെ ആർക്കാണ് ഈ പ്രോഡക്റ്റ് വേണ്ടാത്തതെന്ന് നിങ്ങൾ പറയൂ. ഈ പ്രോഡക്റ്റ് എവിടെയൊക്കെ ജീവനുണ്ടോ, ആർക്കൊക്കെ നെഞ്ചില് ഈ പറഞ്ഞ പോലെ ഹൃദയമുണ്ടോ, അവിടെയൊക്കെ എത്തേണ്ട ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ കൈകളിൽ കിട്ടിയേക്കുന്നത്. നമ്മൾ ഇന്ന് 3 പേരോട് സംസാരിച്ചു, ആ 3 പേര് നോ പറഞ്ഞു, അല്ലെങ്കിൽ പിന്നെ ആവട്ടെ എന്ന് നോക്കാം. അല്ലെ എന്നെ പോലത്തെ കുറെ നാഗവല്ലിമാരെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് കണ്ടോണ്ടോ ആ ഒരു ദിവസം നിങ്ങളുടെ സ്പോയിലായെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത്. കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളില്ലേ, 2.5 ലക്ഷം ആൾക്കാരിൽ ഈ പ്രോഡക്റ്റ് എത്തിയിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇത്രയധികം ജനങ്ങളുള്ള ഒരു സ്ഥലത്ത് 3.5 കോടി ജനങ്ങളെ കവർ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ ഒരു 15,000 20,000 പേരിൽ എത്തിയാൽ തന്നെ നമ്മളുടെ 1 കോടി നമ്മൾ എത്തുന്ന എനിക്ക് തോന്നണം അല്ലേ. അപ്പോ നമ്മൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം. പ്രോഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക, ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണെന്ന് അറിയാം. ഇതിന്റെ പിന്നിലെ സയൻസ് എന്താണ്? സയൻസ് ഓഫ് ഗ്രൗണ്ടിങ് എന്നാണ് അതിനെ പറയുന്നത്. സയൻസ് ഓഫ് ഗ്രൗണ്ടിങ്. അത് ഞാൻ നിങ്ങളോട് ഒരു ഇൻഫർമേഷൻ ആണത്. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരാം. സയൻസ് ഓഫ് ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മൾ ചെരുപ്പിടാതെ ഭൂമി ഒരു പറഞ്ഞ പോലെ ഭൂമി ഒരു കാന്തമാണ്. ഭൂമിയുടെ ഉൾത്തട്ടിൽ അല്ലെങ്കിൽ ഭൂമിയുടെ ഔട്ടർ കോറിൽ ഒരു 8000 ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്ന ഒരു ചൂടിൽ നിന്നും പുറപ്പെടുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ്, ആ ഒരു എനർജി ഭൂമിയുടെ പുറത്തേക്ക് അത് പാസ് ഓൺ ചെയ്ത് സൗത്ത് പോൾ നോർത്ത് പോൾ ആയി മാറുന്നു. ഭൂമിയിൽ മാത്രമേ ജീവനുള്ളൂ. ഈ ജീവൻ നിലനിർത്താനാണ് ആ ഒരു എനർജി ആവശ്യം. നമ്മളുടെ ശരീരത്തിൽ ഹൃദയം ഇടിക്കുന്നുണ്ട്. ആ ഹൃദയം ഇടിക്കുന്നത് മോട്ടോർ വെച്ചിട്ടൊന്നുമല്ല, അതൊരു ശക്തിയാണ്. ആ ശക്തി എന്താണ്? ഭൂമിയിലെ കാന്തിക ശക്തിയാണ്. ഇതേ ഭൂമിയിലെ കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ, ഓക്സിജൻ ലെവൽസും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ ജീവൻ ഉണ്ടാവുള്ളൂ. ആ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് കാന്തികം അല്ലെ ഭൂമി എന്ന് പറയുന്ന പഞ്ചതത്വങ്ങളിൽ ഒന്ന് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. സയൻസ് ഓഫ് ഗ്രൗണ്ടിങ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ നഗ്നപാതരായിട്ട് മണ്ണിൽ ചവിട്ടി നടക്കുമ്പോൾ ഭൂമിയിൽ നിന്നുള്ള കാന്തിക ശക്തി നമ്മുടെ ശരീരത്തിലേക്ക് തന്നെത്താനെ അബ്സോർബ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സെൽസിനെ കൂടിക്കിടക്കാൻ അനുവദിക്കാതെ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്ത് ബ്ലഡിലൂടെ ഓക്സിജന്റെ സപ്ലൈ കൊടുത്ത് നമ്മുടെ ശരീരത്തിനെ ഹെൽത്തി ആക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. നമ്മളുടെ ശരീരത്തിലെ വെള്ളം 72% മനുഷ്യ ശരീരം ഭൂമിയുടെ തന്നെ ഒരു റിപ്ലിക്കയാണ്, അല്ലെങ്കിൽ അതേ പോലെ തന്നെയാണ് ഭൂമിയും മനുഷ്യനും തമ്മിൽ അത് സെയിം ആണ്. അപ്പൊ 72% ഭൂമിയിൽ വെള്ളം ഉള്ളത് പോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിലും 72% വെള്ളം വേണം. ആ വെള്ളം നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലെ ഓരോ അസുഖങ്ങൾ വന്നു തുടങ്ങുന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ ഇന്ന് നിലവിൽ ആരും വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതും മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഈ മാഗ്നറ്റൈസ്ഡ് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു ക്ലെൻസിങ് നടന്ന് നമ്മുടെ ശരീരത്തിൽ രക്തത്തിന് സഞ്ചരിക്കാവുന്ന ആ പാതയെ അല്ലെങ്കിൽ ആ പാതയ്ക്ക് ഒരു എന്താ പറയാ ആ ബ്ലോക്സ് ഒക്കെ മാറ്റി കൊടുക്കുക. അപ്പൊ നമ്മുടെ കമ്പനി അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒറ്റ വാക്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം ഇതുള്ളൂ: എന്റെ പ്രോഡക്റ്റ് ഒരു പ്ലംബറിന്റെ ജോലിയാണ് ചെയ്യണത്. എന്റെ പ്രോഡക്റ്റ് ഒരു പ്ലംബറാണ്. എന്റെ പ്രോഡക്റ്റ് എന്റെ ശരീരത്തിലുള്ള ബ്ലോക്കുകളെ മാറ്റാണ് എന്റെ പ്രോഡക്റ്റ് ചെയ്യുന്നത്. അതിൽ കുറഞ്ഞ എന്താ പറയാ, അതിലും വലിയൊരു ആൻസർ നിങ്ങൾക്ക് പറയാനില്ല. അപ്പോ ഇബാറ്റോറിയം എന്നുള്ളൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട്, ഇപ്പൊ അത് ഇബാറ്റോറിയത്തിന്റെ ഒറ്റ പ്രോഡക്റ്റ് അല്ല, നിങ്ങൾക്ക് അറിയാം ഇത് വലിയൊരു പ്ലാറ്റ്ഫോമായി മാറുകയാണ്. കൂടുതൽ പ്രോഡക്ട്സ് ആഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വലിയ ആമസോൺ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമായി അടുത്ത് തന്നെ മാറും. നമ്മൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതിൽ തന്നെ ഉറച്ചു നിന്ന് നിങ്ങൾ ഇതിന്റെ കൂടെ, നമ്മള് പ്രയാസപ്പെടാതെ ഒന്നും നടക്കില്ല. ആരും ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര് ആരൊക്കെ ജീവിതത്തില് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ അവരെല്ലാവരും അവരുടേത് ഒരു സുപ്രഭാതത്തിലെ കോടീശ്വരനായതല്ല. ലുലുവിന്റെ ഓണർ യൂസഫ് അലിയുടെ നിങ്ങൾ വീഡിയോ കണ്ടാൽ അറിയാം. യൂസഫ് അലി തന്നെ പറയുന്നുണ്ട്, യൂസഫ് അലിനെ ഇന്നത്തെ യൂസഫ് അലി ആക്കിയത് 40 കൊല്ലത്തെ അധ്വാനമാണ്. 40 കൊല്ലം ഒന്ന് ആലോചിച്ച് നോക്കുക. ജീവിതത്തിന്റെ ഒരു വലിയ പോർഷനാണ് അദ്ദേഹം അധ്വാനിച്ച് ഈ ലുലു എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ
നേടിയത് അല്ലെ. പക്ഷെ നമ്മൾക്കൊക്കെ 40 കൊല്ലം ഒന്നും ചെയ്യണ്ടെന്നേ. 4 കൊല്ലം 4 കൊല്ലം നിങ്ങൾ നിങ്ങളുടെ ഫുൾ ടൈം ഈ ബാറ്റോറിയത്തിന് വേണ്ടിയിട്ടൊന്ന് മാറ്റി വെച്ച് നോക്കൂ. നിങ്ങൾക്ക് എന്താണ് നേടാൻ സാധിക്കുക എന്നുള്ളത് നിങ്ങൾക്കും കാണാൻ പറ്റും. അതിനുള്ളൊരു സപ്പോർട്ട്, ടീം സപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നില്ലേ? ട്രെയിനിങ്സ് കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള ടീം സപ്പോർട്ട് കിട്ടുന്നുണ്ട്. പ്രോഡക്ട്സിന്റെ റിസൾട്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഈ ഒരു തലവേദനയിൽ നിന്നും അല്ലെങ്കിൽ എന്റെ ബ്രെയിനിന്റെ നെർവ് ഡാമേജിലൂടെ മാറി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കൊടുത്ത പ്രോഡക്റ്റ് എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്കാണ്. സത്യം പറഞ്ഞ ഈ പ്രോഡക്റ്റ് വെരിക്കോസ് വെയിൻ മാറുന്ന അറിഞ്ഞിട്ട് എന്റെ അമ്മയ്ക്ക് കലശലായിട്ടുള്ള വെരിക്കോസ് വെയിൻ ഉണ്ട്. എന്നിട്ട് എന്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് ഞാൻ ഈ പ്രോഡക്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞു, ഞാനിപ്പോ ഹോമിയോ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് ഇപ്പൊ കുഴപ്പമില്ലാതൊക്കെ ജീവിക്കുന്നുണ്ട്, നീ തന്നെ കയ്യിൽ വെച്ചു, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞെടുത്ത് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ അമ്മയ്ക്കാണ് കൊടുത്തത് ആദ്യമായിട്ട്. ആന്റിക്ക് കൊടുത്ത് ആന്റിയുടെ ഷുഗർ ലെവൽ 284, ആന്റിയുടെ കാല് അത്രയും വെരിക്കോസ് വെയിൻ അത്ര കലശലായിട്ടിരുന്ന ഒരു കാല് 15 ദിവസം കൊണ്ട് ആ വെരിക്കോസ് വെയിൻ 70% മാറുകയും ഷുഗർ ലെവല് 114 കുറഞ്ഞു. ആന്റിക്ക് ഉണ്ടായിരുന്ന പല രോഗങ്ങളും, അലർജി ഉൾപ്പെടെ, കുഞ്ഞുനാള് തൊട്ട് തുമ്മിക്കൊണ്ടിരുന്ന ആന്റി, സ്നോഫീലി ഉണ്ടായിരുന്ന ആന്റിയുടെ ആ അലർജി പോലും ഈ ബയോട്ടോറിയത്തിന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മാറിയപ്പോൾ എന്റെ അമ്മ എന്നിട്ട് പിന്നെ എന്നോട് ചോദിക്കാനൊരു പേടി, ആ പ്രൊഡക്റ്റ് കിട്ടുമെന്ന് ചോദിക്കാൻ പേടിച്ചിട്ട് ആന്റിയെ വിളിച്ചു പറഞ്ഞേക്കുന്നു, അവളോടൊന്ന് പറയൂ ആ ഒരു പ്രൊഡക്റ്റ് ഒന്ന് എനിക്ക് കിട്ടുമോന്നൊക്കെ ചോദിച്ച്. എന്നെ പേടിച്ചിട്ടാ. കാരണം ഞാനിപ്പോ ആന്റിയോട് പറഞ്ഞു ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്റെ അമ്മയ്ക്ക് ആ പ്രോഡക്റ്റ് ഞാൻ കൊടുക്കില്ല, കുറച്ച് ഇത്തിരിയൊക്കെ ഒന്നുകൂടെ ബുദ്ധിമുട്ടട്ടെ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അമ്മയുടെ കാലില് ആ വെരിക്കോസ് വെയിൻ ഒന്ന് പൊട്ടി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് ശരിക്കും പേടിയായിട്ട് അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് തരുമോ എന്ന് ചോദിച്ചു. അത് ഞാൻ ചോദിപ്പിച്ചു. കാരണം വേറൊന്നല്ല, വില ഇല്ലാണ്ടാക്കിയത് അമ്മയാണ്. അപ്പൊ അമ്മയ്ക്ക് തന്നെ അതിന്റെ വില അറിയണം എന്ന് ഓർത്തിട്ട് ഞാൻ ചെയ്തതാണ്, ചെറിയൊരു ശിക്ഷ കൊടുത്തതാണ് എന്റെ അമ്മയ്ക്ക്. ഇന്നിപ്പൊ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല. എന്റെ അമ്മയ്ക്ക് 81 വയസ്സുണ്ട്. ഇതിനുശേഷം ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞു സ്ട്രോക്ക് വന്ന് തളർന്ന് 4 കൊല്ലമായിട്ട് ബെഡ് റിഡൻ ആയി പോയ ഒരാൾക്ക് കൊടുത്തിട്ട് 6ാമത്തെ ദിവസം അദ്ദേഹം എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. 3 വിരലുകൾ മരവിച്ച്, ഷുഗർ വന്ന് മരവിച്ചു പോയ ഒരു അങ്കിളിന് കൊടുത്തിട്ട് 4ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ വിരലുകൾ അനങ്ങാൻ തുടങ്ങിയപ്പോ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ ഇതെന്താണ്, ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്റെ വിരലുകൾ അനങ്ങുന്നു. ഇതൊക്കെ നമ്മൾക്ക് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ്. നമ്മൾക്ക് ദൈവാനുഗ്രഹം എന്നൊക്കെ പറയില്ലേ, അതിൻ്റെതായ ഒരു വില നമ്മൾക്ക് പിന്നീട് മനസ്സിലാവും. നമ്മള് എത്ര പേരുടെ ജീവിതമാണ് മാറ്റിമറിക്കുന്നതുള്ളത്. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ എന്തോരം റിസൾട്ടുകൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലേ. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇവിടെ ബാലുശ്ശേരിയിലെ കാല് മുറിക്കാൻ വെച്ചേക്കുന്ന കാല് ഉണങ്ങി അദ്ദേഹം നടക്കാൻ തുടങ്ങിയതൊക്കെ എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമ്മൾക്കൊക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും പ്രോഡക്റ്റ്, നമ്മൾക്ക് ഈ ഒരു പ്രോഡക്റ്റും ഈ പ്രോജക്റ്റും നമ്മുടെ കൈകളിലേക്ക് കിട്ടുന്നത്. പിന്നെ MLM, നമ്മൾ ചിലയിടത്ത് സംസാരിക്കാൻ ചെല്ലുമ്പോ ചിലവര് നമ്മളെ കളിയാക്കും, MLM അല്ലേ, നാളെ ചേർക്കുന്ന പരിപാടിയല്ലേ അല്ലെ, അങ്ങനെയല്ലേ ചോദിക്കണം. അപ്പൊ നമ്മളുടെ ഉള്ളിൽ ഒരു വിഷമം വരും, അയ്യോ ഇതിനെ ഞാൻ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യണത്, എനിക്ക് എന്താണ് തിരിച്ചു പറയാൻ പറ്റുക, MLM എന്ന് പറയുമ്പോ അത് നാണക്കേടല്ലേ എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ചുട്ട മറുപടി അങ്ങോട്ട് കൊടുക്കണം. എന്താണെന്നറിയോ, നിങ്ങൾ ചോദിക്കുക, ചേട്ടാ ഈ നാട്ടിൽ ഈ കടകളൊക്കെ തുറന്നു വെച്ചേക്കണത് പശുവിനും എരുമയ്ക്കും കയറാനാണെന്നൊരു വാക്കങ്ങോട്ട് ചോദിക്കുക. ആളെ ചേർക്കുന്ന ബിസിനസ്സാ എന്റേത്, ആളെ ചേർക്കുന്ന ബിസിനസ് തന്നെയാ. ഞാൻ ചെയ്യണ ആളെ ചേർക്കുന്ന ബിസിനസ് ഞാൻ അവരുടെ മുടക്ക് മുതലൊന്നും ഇല്ലാണ്ടാണ്. ഓരോരുത്തരും കടകൾ തുറന്നു വെച്ചിട്ട് ഓരോരുത്തരും അവിടെ വെയിറ്റ് ചെയ്യുന്നത് ആള് കയറാൻ വേണ്ടിയിട്ടാ, അല്ലെ പട്ടിയും പൂച്ചയും കയറാനല്ല. ഒരാള് ഹോട്ടൽ തുറന്നു വെച്ചേക്കണത് അവിടെ പട്ടി ചെന്ന് ഭക്ഷണം കഴിക്കുന്നു വിചാരിച്ചിട്ടാ, അല്ല, മനുഷ്യൻ തന്നെ കയറണം. ഒരാൾ ഓട്ടോ ഡ്രൈവർമാർ ഓട്ടോ സ്റ്റാൻഡില് വരിയായിട്ട് ഓട്ടോ ഇങ്ങനെ കാത്തു കിടക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? പശു കയറാൻ വേണ്ടിയിട്ടാണോ? അല്ലല്ലോ. ആട്ടുംകുട്ടി കയറാൻ വേണ്ടിയിട്ടാ? അല്ല, മനുഷ്യൻ കയറാൻ വേണ്ടിയിട്ടാ. അപ്പൊ അതും ആളെ വേണം, അതിനും ആളെ വേണം അല്ലെ മനുഷ്യന്. ലുലുവിന്റെ തന്നെ എക്സാമ്പിൾ എടുക്കാം. ലുലുവിൽ ഒരു ഓഫർ നടക്കുന്നുണ്ട്, 3 ചുരിദാർ വാങ്ങിച്ചാൽ 4 ചുരിദാർ ഫ്രീ. എല്ലാവരും പോയിട്ട് നിങ്ങൾ വാങ്ങിച്ചു, നിങ്ങൾ 10 പേരോട് പറയാതെ അവിടെ ഓഫർ ഉണ്ട്, 4 ചുരിദാർ ഫ്രീ കിട്ടും എന്ന് പറഞ്ഞു. നിങ്ങളുടെ 10 കൂട്ടുകാർ പോയിട്ട് ആ പ്രൊഡക്റ്റ് അവിടെ പോയിട്ട് ലുലുവിൽ പോയിട്ട് ഈ പറഞ്ഞ ചുരിദാർ ഈ ഓഫറിൽ സാധനങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ എന്നിട്ട് ചെന്നിട്ട് ലുലുവിന്റെ മാനേജറിനോട് പറയാ, ചേട്ടാ 10 പേര് എന്റെ ഫ്രണ്ട്സ് 10 പേര് വന്നിട്ട് ഈ പ്രോഡക്റ്റ് ലുലുന്ന് ഞാൻ പറഞ്ഞിട്ടാട്ടോ അവര് വന്നിട്ട് വാങ്ങിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലുലുവിന്റെ സ്റ്റോർ മാനേജർ നിങ്ങൾക്ക് അതിനുള്ള കമ്മീഷൻ തരുമോ? ഇല്ലല്ലോ. അവര് പറയും ആ ചേച്ചി ശരി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് താങ്ക് യു പറയും. പക്ഷെ ഈ ബയോട്ടോറിയം എന്നുള്ള ഒരു ബിസിനസ് MLM എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
നമ്മള് 10 പേരെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ 10 പേർക്ക് ആ ബിസിനസ് റെഫർ ചെയ്യുന്നതിന് അല്ലെങ്കിൽ പ്രോഡക്റ്റ് റെഫർ ചെയ്താൽ തന്നെയും ആ പ്രോഡക്റ്റ് മേടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും, എന്ത് കിട്ടും? കമ്മീഷനായിട്ട് പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുക. അതാണ് വ്യത്യാസം MLM-ഉം സാധാരണ ബിസിനസ്സും തമ്മിൽ. ഇന്ന് ഒരു ബിസിനസ് തുടങ്ങിയാൽ നമ്മൾക്കുള്ളൊരു വേറൊരു ഗുണം കൂടിയുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ എന്തിന്? ഒരു കപ്പലണ്ടി കച്ചവടം തുടങ്ങണം എന്ന് വെക്കുക, ആ വണ്ടിക്ക് കൊടുക്കണ്ടേ 1 ലക്ഷം രൂപ? ആ വണ്ടി പോട്ടെ, ചീനച്ചട്ടി, കപ്പലണ്ടി വറക്കാനായിട്ട് ചീനച്ചട്ടിയും ഗ്യാസ് ഒക്കെ വേണമല്ലോ, ആ ചീനച്ചട്ടിക്ക് കൊടുക്കണ്ടേ 4000 രൂപ? എന്നിട്ട് പിന്നെ നമ്മൾ കപ്പലണ്ടി വറുത്തിട്ട് പൊതിയായിട്ട് വെച്ചാ പോരല്ലോ, അത് ആൾക്കാർ മേടിക്കണ്ടേ? നമ്മൾ അന്ന് നമ്മളുടെ ഫുൾ അധ്വാനം അവിടെ നിന്ന് അത് കടല വറുത്ത് അത് വിറ്റ് വരുമ്പോഴത്തേക്കും നമ്മളുടെ അധ്വാനം എത്രയാണ്, നമ്മൾക്ക് കിട്ടുന്ന കാശ് എത്രയാണ്, നമ്മൾ ചെലവാക്കുന്നതും നമ്മൾക്ക് കിട്ടുന്ന വരവും തമ്മിൽ ഒന്ന് തിട്ടപ്പെന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ലാഭമൊന്നും ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ലാഭം അല്ലെ? ഒരു ദിവസം നിങ്ങൾക്ക് ആ കടല കച്ചവടം ചെയ്യാൻ പറ്റിയില്ല എന്ന് തന്നെ വെക്കുക, എന്തെങ്കിലും വരുമാനം നിങ്ങളുടെ കയ്യിലേക്ക് വരുമോ? വരില്ല. പക്ഷെ നമ്മൾ ഈ വൈഡോറിയം ബിസിനസ് എന്ത് മുതൽ മുടക്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചു, നമ്മൾക്ക് സ്വന്തം യൂസിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിച്ചൊരു പ്രോഡക്റ്റ്, അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു മുതൽ മുടക്കുണ്ടോ? സീറോ ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾക്കൊരു അക്കൗണ്ടന്റിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു ഓഫീസിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്കൊരു സ്റ്റാഫിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾ സ്വയം ഇരുന്നുകൊണ്ട് ആലോചിക്കുക. പക്ഷെ ഇത് നിങ്ങളുടെ ബിസിനസ് ആണ്, ഇത് എന്റെ ബിസിനസ് ആണ്, ഞാൻ ബിസിനസ് ചെയ്യണം. എന്റെ സ്വന്തം ബിസിനസ് ആയിട്ട് തന്നെ കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ബിസിനസ് ആണ്. പക്ഷെ എനിക്ക് 5 പൈസ ചെലവില്ല. എനിക്കൊരു അക്കൗണ്ടന്റിനെ വെക്കാനോ എന്നെ കണക്ക് നോക്കാനോ എല്ലാം ഓൺലൈനിൽ കൂടെ, ഈ മൊബൈലിൽ കൂടെ തന്നെ ചെയ്യാവുന്ന ഒരു ബിസിനസ് ആണ് ഈ വൈഡോറിയം ബിസിനസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് നിങ്ങൾ ഇത് അനങ്ങാതെ നിങ്ങൾ കയ്യിൽ വെച്ചോണ്ടിരുന്ന് നിങ്ങൾ സ്വപ്നവും കണ്ട് വെറുതെ ഞാൻ ഈ പറഞ്ഞ പോലെ 21 ദിവസം ബുക്കിൽ സ്വപ്നം എഴുതി വെച്ചിട്ട് വെറുതെ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. ഒരു സ്റ്റെപ്പ് എടുക്കുക. വണ്ടി കയ്യിൽ കിട്ടിയിട്ട് ഓടിക്കാനായിട്ട് ട്രാഫിക് ബ്ലോക്കും റോട്ടിൽ ആരും ഇല്ലാത്തപ്പോ ഇറങ്ങിയിട്ടൊന്നും കാര്യമില്ല. നമ്മള് മുമ്പോട്ടേക്ക് ഇറങ്ങുക, റോട്ടിലേക്ക് തന്നെ വണ്ടി എടുക്കുക. മുമ്പിൽ പല തടസ്സങ്ങളും വരും. ആ തടസ്സങ്ങളൊക്കെ തട്ടി മാറ്റാനായിട്ട് ദൈവം തന്നെ അതിനുള്ള ഒരു വഴി പക്ഷെ ആ ഇറങ്ങാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രമേ നമ്മുടെ മുമ്പിലുള്ള എല്ലാ ട്രാഫിക് ബ്ലോക്കുകളും മാറാൻ ദൈവം കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. പിന്നെ അഭിഷാദ് ഗുരുവായൂർ എന്ന് പറയുന്ന ഒരു മെന്റർ ഉണ്ട് അല്ലെ, നമ്മൾക്ക് അറിയാം, ഒരു മോട്ടിവേഷണൽ സ്പീക്കറാണ്. അഭിഷാദ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു വീഡിയോ ഞാൻ കണ്ടതാണ്. 1 കോടി വരെ എത്താൻ അധികം സമയമൊന്നും എടുക്കില്ല ഒരാൾക്ക്. നിങ്ങളത് കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല ആ ഒരു വീഡിയോ, ഇല്ലെങ്കിൽ നിങ്ങളത് കേൾക്കണം. ഒരാൾക്ക് 1 കോടി എത്താനൊന്നും അത്ര വലിയ സമയവും അത്ര ദൂരവും ഒന്നും എടുക്കില്ല. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലി, ഇപ്പൊ നിങ്ങൾ 1000 രൂപയുടെ ഒരു വരുമാനം, ഇന്ന് നിങ്ങൾക്ക് 1000 രൂപയുടെ വരുമാനമാണ് ഈ വൈഡോറിയത്തിൽ നിന്ന് കിട്ടുന്നതെങ്കിൽ 1000 രൂപയുടെ വരുമാനം കിട്ടുന്ന അതേ ജോലി അല്ലെങ്കിൽ അതേ പ്രവൃത്തി നിങ്ങൾ ഒരു 10,000 പ്രാവശ്യം ചെയ്താൽ എത്ര രൂപയായി എന്റെ പൊന്നു കൂട്ടുകാരെ? എനിക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. 1 കോടി ആയില്ലേ അത്? അപ്പൊ 10,000 രൂപയുടെ വരുമാനമാണ് നിങ്ങൾക്ക് ഇന്ന് നേടാൻ സാധിക്കുന്നതെങ്കിൽ ഈ 10,000 രൂപയുടെ വരുമാനം ചെയ്യുന്ന അതേ പ്രവൃത്തി 1000 പ്രാവശ്യം ചെയ്താൽ പോരെ 1 കോടി എത്താനായിട്ട്? നിങ്ങൾ സ്വയം ഇരുന്നുകൊണ്ട് ആലോചിക്കുക. നിങ്ങൾക്ക് 5,000 രൂപയാണ് നിങ്ങൾക്ക് ഇന്ന് വരുമാനമെങ്കിൽ 1 കോടി എത്താനായിട്ട് എത്രായിരം പ്രാവശ്യം നിങ്ങൾ ആ പ്രവൃത്തി ചെയ്താൽ മതി എന്നായിരിക്കാം. ഒരു ദിവസം അപ്പൊ നിങ്ങൾക്ക് ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കിട്ടിയേക്കുന്ന ചാൻസ് എന്താണ്? ഒരു ദിവസം 2 ഇൻകം നേടിക്കും അല്ലെ? 52,000 രൂപ വരെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസരം സാഗർ ജോഷി സാർ നിങ്ങൾക്ക്, ഞാൻ മദർ പ്ലാൻ മാത്രമാണ് പറഞ്ഞ, ഫാദർ പ്ലാൻ വേറെ പുറകിലുണ്ട്. പക്ഷെ മദർ പ്ലാനിലൂടെ മാത്രം 52,000 രൂപ വരുമാനം നേടാവുന്ന ഒരു നമ്മുടെ കയ്യിൽ കിട്ടി. അപ്പൊ ഈ 50,000 കൂട്ട്, 52 2,000 ടാക്സ് കട്ട് ചെയ്ത് പോട്ടെ, അല്ലെ 40,000 കൂട്ട്, 40,000 രൂപ 1 കോടി ആവാൻ എത്ര പ്രാവശ്യം നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണം എന്നുള്ളതും നിങ്ങൾ തന്നെ ഇരുന്നുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ മുമ്പോട്ടേക്ക് പോവുക. ഇതിലും നല്ലൊരു അവസരം നമ്മൾക്ക് എല്ലാവർക്കും, പൈസയാണ് എല്ലാം. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് മുൻപോട്ട് ഇറങ്ങുക. നിങ്ങൾക്ക് അത് നേടാനായിട്ട് ദൈവം തന്നെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദൈവം മാത്രമല്ല, ദൈവത്തിലൂടെ ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട് നിങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഷംന നിങ്ങളുടെ കൂടെ ഉണ്ടാവും, സെബാസ്റ്റ്യൻ സാർ കൂടെ ഉണ്ടാവും, സേവിയർ സാർ കൂടെ ഉണ്ടാവും. ഞങ്ങൾ എല്ലാവരും ഒരു ഫാമിലിയാണ്. ഒരു കോമ്പറ്റീഷൻ ഇല്ലാത്തൊരു ബിസിനസ് എന്ന് വേണം പറയാനായിട്ട്. ആ ഒരു ബിസിനസിന്റെ ഈ വൈഡോറിയത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നിയോഗിച്ചതാണ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
നിങ്ങൾ ഈ ബാറ്റോറിയം നിങ്ങളുടെ കൂടെ നിർത്തി ഈ ബിസിനസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യുന്നു. അധികം നാളില്ല 2025. 24 നിങ്ങൾക്ക് എന്തോ നേടാൻ സാധിച്ചില്ല, അത് വിട്ടുകളാ. പാസ്റ്റ് ഇസ് പാസ്റ്റ്. നമ്മൾക്ക് പാസ്റ്റിന് നമ്മളുടെ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ച് നമുക്കൊരു പറഞ്ഞല്ലോ, റീടേക്ക് ഇല്ലാത്തതുകൊണ്ട് തിരിഞ്ഞു പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്ത തെറ്റുകളും നമുക്ക് തിരുത്താൻ പറ്റില്ല അല്ലെ. പക്ഷെ ഇനി മുമ്പോട്ടേക്ക് പോകാൻ നേരം നമ്മൾ എന്ത് നേടണം എന്നുള്ളതും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് നേടണം എന്നുള്ളതും നിങ്ങൾ സ്വയം ആലോചിച്ച് തീരുമാനിച്ച് മുൻപോട്ടേക്ക് ഇറങ്ങി നിങ്ങൾക്ക് എല്ലാം ഈ ബാറ്റോറിയത്തിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ്ഫുൾ ആകാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓവർ ടു യു ഷംന.